ഫാദർ ജേക്കബ്, താങ്കൾ ഇന്നലെ പാലാ രൂപതാ ബിഷപ്പ് വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PC ജോർജിന് 7 മിനിറ്റ് അനുവദിച്ചിരുന്നുള്ളൂ. അദ്ദേഹം ആ പ്രസംഗത്തിൽ അത് ഇടയ്ക്കിടെ പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് വസ്തുതകൾ തുറന്നു പറയാനാണ് PC വന്നതെങ്കിലും സമയപരിമിതി കാരണം ചില വസ്തുതകൾ ചുരുക്കി അവതരിപ്പിച്ചു. അതിലേതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ പേരെടുത്ത് പരാമർശിച്ച് അവഹേളനം നടത്തിയിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കാലഘട്ടം ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ യുവത ലഹരി വസ്തുക്കൾക്ക് അടിമകളായി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, അതും അപകടകരമായ വിധത്തിൽ വളരുന്ന ഈ പ്രവണത ഇവിടെ വർദ്ധിക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മളെല്ലാവരും ഒന്നിച്ചാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടെ പാലാ രൂപതയുടെ മെത്രാൻ വിളിച്ചു ചേർത്ത ഒരു വലിയ സമ്മേളനമാണ് കഴിഞ്ഞ ഞായറാഴ്ച 3 മണിക്ക് പാലായിൽ വെച്ച് നടന്നത്. അത് വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഉന്നം വച്ചിരുന്നത് ഈ പാലാ രൂപതയുടെ അതിർത്തികൾ പങ്കിടുന്ന എല്ലാ സാമൂഹിക പ്രവർത്തകരെ, പ്രത്യേകിച്ച് ഭരണാധികാരികൾ ഉൾപ്പെടുന്നവരെ ഒന്നിച്ച് വിളിച്ചു ചേർത്തുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അതിൽ മന്ത്രിയെ വിളിച്ചിരുന്നു. മന്ത്രിക്ക് രോഗാവസ്ഥ ഉണ്ടതുകൊണ്ട് വരാൻ പറ്റിയില്ല. MP-മാർ വിളിച്ചിരുന്നു, MP-മാരെ 3 പേര്. അതുപോലെ തന്നെ MLA-മാരെ വിളിച്ചിരുന്നു, മുൻ MP-മാരെ, മുൻ MLA-മാരെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ കലാലയങ്ങളിൽ നിന്നുള്ള ഹെഡ് മാസ്റ്റർമാരെ വിളിച്ചിരുന്നു, പ്രിൻസിപ്പൽമാരെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാ കലാലയങ്ങളിൽ നിന്നുമുള്ള PTA പ്രസിഡൻറ്റുമാരെ വിളിച്ചിരുന്നു. ഇത്രയും പേരെയാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അത് ഒരു 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനത്തിൽ അഭിവന്ദ്യ മെത്രാനച്ചൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച് കഴിഞ്ഞു. ഞാൻ സ്വാഗതം പറഞ്ഞു. ഞാൻ KCBC മദ്യവിരുദ്ധ കമ്മീഷൻ്റെ രൂപതയുടെ ഡയറക്ടറാണ്. അതുപോലെ തന്നെ അധ്യക്ഷനായിരുന്ന ശ്രീ പ്രസാദ് ഗുരുവിള തൻ്റെ അധ്യക്ഷ പ്രസംഗം ലഘുവായി നടത്തി. അഭിവന്ദ്യ പിതാവിൻ്റെ സംസാരത്തിന് ശേഷം, ഉദ്ഘാടനത്തിന് ശേഷം ലഘു സന്ദേശങ്ങളിലൂടെ പരിഹാര നിർദ്ദേശങ്ങൾ അറിയിക്കാനാണ് ഞങ്ങൾ ഈ MP-മാരോടും MLA-മാരോടും എല്ലാം പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. നമുക്കറിയാം, ഓരോരുത്തർ അവനവൻ്റെ ശൈലിയിലാണിത് സംസാരിക്കുക. അപ്പോൾ MP-മാർ അന്ന് വന്ന് സംബന്ധിച്ചവർ, ആൻ്റണി MP വന്ന് സംസാരിച്ചിരുന്നു, മാണസി കാപ്പൻ MLA സംസാരിച്ചിരുന്നു, ശ്രീ മോൻസ് ജോസഫ് MLA സംസാരിച്ചിരുന്നു, ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്ങൽ MLA സംസാരിച്ചിരുന്നു, മുൻ ചീഫ് വിപ്പ് PC ജോർജ് സംസാരിച്ചിരുന്നു. ഇവരാണ് പൊതുരംഗത്തു നിന്നുള്ളവർ സംസാരിച്ചവർ. ഓരോരുത്തരും അവനവൻ്റെതായ വിധത്തിൽ എന്താണ് ഈ വലിയ ദുരന്തത്തിനെതിരെ നമുക്കിപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യാവുന്നത് എന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ശ്രീ PC ജോർജും അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ അദ്ദേഹം സംസാരിച്ചു. ഞങ്ങളത് റെക്കോർഡ് ചെയ്തൊന്നുമില്ല, എങ്കിൽ പോലും മാധ്യമങ്ങൾ എടുത്തു കാണും, എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും അതിൽ ഏതെങ്കിലും ഒരു മതത്തെ പ്രത്യേകമായിട്ട് ഉന്നം വയ്ക്കുന്നതായിട്ടുള്ള ഒരു പരാമർശം എനിക്ക് തോന്നിയില്ല. കാരണം ഇന്ന് നാട്ടിൽ നടക്കുന്ന വലിയ ദുരന്തങ്ങളെക്കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഹിന്ദു സമുദായത്തെയോ ക്രിസ്ത്യൻ സമുദായത്തെയോ മുസ്ലിം സമുദായത്തെയോ ആരുടെയെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാനതിലൊന്നും കേട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തിരുത്തൽ ഒരു പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. കാരണം നമ്മൾ ഈ വിളിച്ചു ചേർത്ത സമ്മേളനം ഒരു മതസ്പർദ്ധ വളർത്താൻ വേണ്ടി ഒരു സമ്മേളനമല്ല. പക്ഷേ നമ്മളെ എല്ലാ കൂട്ടരെയും, ഇത് ജാതിമത ഭേദമന്യേ എല്ലാവരെയും ബാധിക്കുന്ന, നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതം ദുസ്സഹമാകുന്ന ഏറ്റവും വലിയ ഈ ദുരന്തത്തെക്കുറിച്ച്, തിന്മയെക്കുറിച്ച് സംസാരിക്കാനും അതിനുള്ള പോംവഴികൾ, ഇതിനെ ചെറുക്കാൻ, അതിനെ തടയാനുള്ള പോംവഴികൾ എന്താണ് എന്ന് ഗൗരവമായി ആലോചിക്കാനും വിളിച്ചു ചേർത്ത മീറ്റിംഗാണ്. അതിൽ എല്ലാവരും തന്നെ വളരെ മനോഹരമായി, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അവരവരുടേതായ വിധത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച്, പരിഹാരങ്ങളെക്കുറിച്ച് അവർ നിർദ്ദേശിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ അന്ന് ഞായറാഴ്ച നടന്ന സമ്മേളനത്തിൽ നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്.